ഇത് നിങ്ങളോട് നിരന്തരം കള്ളങ്ങൾ പറയുകയും തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത്? നമ്മൾ അതിനെ പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ്. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ മാനസിക നില പോലും ഒരുപക്ഷെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് കൌൺസിലിംഗ് വേണ്ടിവരും നിങ്ങൾക്ക്. സൂക്ഷിച്ചോളൂ, ഗ്യാസ് ലൈറ്റിംഗ് പാർട്ണറെ ഒരു പടി അകലെ നിർത്തുക. കുറെ നാൾ ഒപ്പമുണ്ടാവുകയും പെട്ടെന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്യുന്ന ചിലരുണ്ട്. പിന്നീട് ഫോൺ വിളി ഉണ്ടാവില്ല, മെസ്സേജ് ഉണ്ടാവില്ല, കണ്ടുമുട്ടലുകൾ ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ പറയുന്നത് ഗോസ്റ്റിംഗ് എന്ന്. ഇതിന് ഈ സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവർക്ക് ജീവിതത്തിൽ പിന്നെ ഒരവസരവും കൊടുക്കില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം കേട്ടോ. എല്ലാത്തിനും എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത്? വേണ്ടപ്പെട്ടവർക്കൊപ്പം പുറത്തു പോകുന്നതിനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ എന്തിനു മുടിവെട്ടുന്നതിന് പോലും സമ്മതം ചോദിക്കാൻ വിട്ടുപോയാൽ അലറി വിളിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടേത് കൂടെയുള്ളത്? എങ്കിൽ ശ്രദ്ധിക്കുക, അയാളെ പങ്കാളിയാക്കുന്നത് ഒരുപക്ഷെ മണ്ടത്തരമാണ്. കാരണം അയാൾ ഒരു ടോക്സിക് പാർട്ണറാകാൻ സാധ്യതയേറെയാണ്. യുക്തിപരമായി ചിന്തിക്കാൻ കഴിയാത്ത ആ വ്യക്തി എപ്പോൾ എങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. വൈകാരിക ജീവിയാണെന്നും നിങ്ങളെ വലിയ പൊസസീവാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ വരും. കരുതിക്കൊള്ളൂ, അയാൾ ഒരു ടോക്സിക് പാർട്ണറാണ്. ഇതെല്ലാം ഇഞ്ചിഞ്ചായി നമ്മളെ തകർക്കുന്നതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പ്രണയം ആരോടും തോന്നാം, എന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കിയ ശേഷമേ മുന്നോട്ട് പോകാവൂ. ഒരു കാര്യം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് തുറന്നു പറയാനുള്ള സ്പേസ് പങ്കാളികൾക്കിടയിൽ ഉണ്ടാവണം. ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ തുടരുന്നത് ആപത്താണ്. നോ പറയേണ്ടിടത്ത് നോ എന്ന് തന്നെ പറയണം.